ഈ ദിവസം ഇതുവരെയുള്ള വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച ഭീഷണി സന്ദേശങ്ങൾ ന്യൂസ് 18. തനിക്കും കുടുംബത്തിനുമെതിരെ നിന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്ന് ഭീഷണി. രാഹുലിനെ ഒരാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ ചോദിക്കാൻ SIT ജാമ്യാപേക്ഷ നൽകാൻ രാഹുലും. LDF ഭരണം മുന്നോട്ട് പോകരുതെന്ന ഹീനബുദ്ധിയാണ് കേന്ദ്രത്തിനെന്ന് മുഖ്യമന്ത്രി. കേരളത്തോട് കാണിക്കുന്നത് പിടിച്ചുപറി. കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത മന്ത്രിമാരും ജനപ്രതിനിധികളും. മോദിക്കും അമിത്ഷായ്ക്കും മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രി എന്ന VD സതീശൻ. ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമെന്ന് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രവിരുദ്ധ സമരത്തിൽ ശ്രദ്ധേയമായി ജോസ് കെ മാണിയുടെ അസാന്നിധ്യം. നാട്ടിലില്ലെന്ന പാർട്ടിയുടെ വിശദീകരണം. MV ശ്രേയാംസ് കുമാറും സമരത്തിനെത്തിയില്ല. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SITക്കെതിരെ ഹൈക്കോടതി. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ രൂക്ഷ വിമർശനം. മകൻ SP ആയതുകൊണ്ടാണോ അറസ്റ്റ് വൈകുന്നതെന്ന് കോടതി. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ വിചാരണ കോടതി. വിചാരണക്കാലത്ത് അഭിഭാഷക കോടതിയിലെത്തിയത് 10 ദിവസത്തിൽ താഴെ. കോടതിയിലുള്ള അരമണിക്കൂർ ഉറക്കമാണ് പതിവെന്നും കോടതി. വസ്തുതാ വിരുദ്ധമായ ആരോപണമെന്ന് അഡ്വക്കേറ്റ് TB മിനി. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണം പരാജയം. PSLV C-62 ലക്ഷ്യം തൊട്ടില്ല. സാങ്കേതിക പ്രശ്നമുണ്ടായത് 3ാം ഘട്ടത്തിൽ. തുടർച്ചയായി തിരിച്ചടി ISROയുടെ ചരിത്രത്തിലാദ്യം. കരൂർ ദുരന്തത്തിൽ വിജയുടെ മൊഴിയെടുത്ത് CBI. ഡൽഹിയിലെ മൊഴിയെടുക്കൽ നീണ്ടത് 5 മണിക്കൂർ. നടപടികൾ വീഡിയോയിൽ ചിത്രീകരിച്ചില്ല. ചെന്നൈയിൽ യൂണിറ്റ് ഉള്ളപ്പോൾ ഡൽഹിയിലെ ചോദ്യം ചെയ്യൽ എന്തിനെന്ന് DMK. ജനനായകൻ റിലീസ് പരിഗണിക്കാൻ സുപ്രീം കോടതി. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ നിരക്ക് പ്രഖ്യാപിച്ച റെയിൽവേ. തേർഡ് ACക്ക് കുറഞ്ഞ നിരക്ക് 960 രൂപയും GSTയും. സെക്കൻഡ് ACക്ക് 1240, ഫസ്റ്റ് ACക്ക് 1520. RACയും വെയിറ്റിംഗ് ലിസ്റ്റുമില്ല. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മരണം 500 കടന്നു. പ്രക്ഷോഭം കൂടുതൽ മേഖലകളിലേക്ക് ഇടപെടുമെന്ന് ആവർത്തിച്ച് ട്രംപ്. അമേരിക്ക ഇടപെട്ടാൽ തിരിച്ചടിക്കുമെന്ന് ഇറാനും. വിശദമായ വാർത്തകൾ നോക്കാം. മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്ക് ഭീഷണിയും വെല്ലുവിളിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്കും കുടുംബത്തിനുമെതിരെ നിന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി താൻ ചെയ്യുമെന്നും അത് താങ്ങില്ലെന്നും സന്ദേശത്തിലുണ്ട്. കേസ് കോടതിയിൽ വരുമ്പോൾ ഉള്ള അവസ്ഥ അറിയാമല്ലോ എന്നും നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി വീട്ടിൽ വരുമെന്നുമാണ് രാഹുലിന്റെ ഭീഷണി. കഴിഞ്ഞ നവംബർ മാസത്തിൽ ഈ ആദ്യ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. അത് വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് വിദേശത്തായിരുന്ന ഈ മൂന്നാം കേസിലെ പരാതിക്കാരി നാട്ടിലേക്ക് എത്തുന്നത്. രാഹുലിനെ കാണാനായാണ് നാട്ടിലെത്തിയത്. അങ്ങനെ അവർ പാലക്കാടെത്തി. രാഹുലിനെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് അവഗണനയാണ് ഉണ്ടായത്. രാഹുലിൻ്റെ സുഹൃത്തുക്കളെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും അതേ നിലപാട്. അങ്ങനെ ഇതിനെല്ലാം ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് ചോദിച്ച് തുടങ്ങിയ സംസാരമാണ് ഒടുവിൽ ഭീഷണിയിലേക്കും വെല്ലുവിളിയിലേക്കുമൊക്കെ പോകുന്ന തരത്തിലേക്ക് മാറിയത്. അതിൽ ഓരോ വാക്കുകളും വളരെ വ്യക്തമാണ്. കാരണം ഈ ഗർഭചിത്രം നടത്തേണ്ടി വന്നതിൻ്റെ വേദനയിൽ കഴിയുന്ന ഒരു യുവതിയോടാണ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ എനിക്കെതിരെ പരാതിയുമായി മുമ്പോട്ട് പോയാൽ ഞാനത് താങ്ങും, പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്നത് നീ താങ്ങില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ. അത് കഴിഞ്ഞ് കുടുംബത്തിന് കൂടി അതിൻ്റെ വില കൊടുക്കേണ്ടി വരും, ഞാൻ കുറേ ആളുകളുമായി വീട്ടിലെത്തും എന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് യുവതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചതെന്ന് കൃത്യമായി തന്നെ ഈ ചാറ്റുകളിൽ വ്യക്തമാണ്. അതോടൊപ്പം എന്നെ ഇല്ലാതെ എനിക്കൊന്നും നോക്കാൻ
അനുവദിക്കാനില്ല എന്ന പരാമർശം ആ ചാറ്റിലുണ്ട്. കോടതിയിൽ എത്തിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. അതായത് കോടതി തനിക്ക് അനുകൂലമായ വിധി പറയൂ എന്ന ഒരു ഓവർ കോൺഫിഡൻസിൽ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുടുംബത്തെ കൂടി, അതായത് ഈ ഇരയായ യുവതിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെ കൂടിയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല, അവരെ അടക്കം ഞാൻ കാണിച്ചു കൊടുക്കും എന്ന തരത്തിലുള്ള ഭീഷണിയുടെ സ്വരമാണ് ഈ വാക്കുകളിൽ. അതായത് നീ പ്രസ് മീറ്റ് നടത്തിക്കോളൂ, ബാക്കി ഞാൻ കാണിച്ചു തരാം എന്ന് കൃത്യമായി ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം ഇങ്ങനെയൊരു ദുരവസ്ഥയിലൂടെ കടന്നുപോയ ഒരു യുവതി ഒരു തരത്തിലും ഇങ്ങനെയൊരു ഭീഷണി സമൂഹത്തിൽ ഇങ്ങനെ ഒരു സ്വാധീനമുള്ള വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ അവർ ഒരു തരത്തിലും ഒരു പരാതിയുമായി ഒരു നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്കും എത്തില്ല. കാരണം ഈ വാക്കുകൾ കേട്ടാൽ ആരും പകച്ചു പോകും. അത്തരത്തിൽ പകച്ചു കഴിയുകയായിരുന്നു യുവതി. പക്ഷേ ആദ്യ 2 കേസുകളിൽ ഇരയാക്കപ്പെട്ട യുവതികൾ പരാതിയുമായി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ എത്തുകയും അവരുമായി ഈ 3ാമത്തെ കേസിലെ പരാതിക്കാരി സംസാരിക്കുകയും അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിൽ നിന്നാണ് അവർ ധൈര്യം സംഭരിച്ച് പരാതിയുമായി മുമ്പോട്ട് വരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് അവർ SITക്ക് നേരിട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഈ തിരുവല്ലയിൽ ഈ യുവതിയെ കൊണ്ട് മുറിയെടുപ്പിച്ച ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്ന് രാഹുൽ BR എന്ന പേര് കൂടി അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് യുവതിക്കൊപ്പം രാഹുൽ BR എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കൂടി രജിസ്റ്ററിൽ അവിടെ രേഖപ്പെടുത്തിയതാണ് ഇവിടെ പ്രോസിക്യൂഷന് ഏറ്റവും വലിയൊരു തെളിവായി മാറാൻ പോകുന്നത്. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ റിക്കവർ ചെയ്യാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. അവരുടെ ടവർ ലൊക്കേഷൻ അടക്കം, ഇരുവരുടെയും ടവർ ലൊക്കേഷൻ അടക്കം പോലീസ് പരിശോധിക്കാനും ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്കൽ യുവതിയുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദ സന്ദേശമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ആ ബലത്തിലാണ് താൻ ഈ കേസിൽ നിന്ന് പുറത്തു വരുമെന്ന് രാഹുൽ വാദിക്കുന്നതെന്നും പോലീസ് കരുതുന്നു. അതായത് അത് കൃത്യമായി തന്നെ നമ്മൾ തമ്മിലൊന്നും നടന്നിട്ടില്ലല്ലോ എന്ന തരത്തിൽ യുവതിയെ ഭീഷണിപ്പെടുത്തി ഈ സന്ദേശങ്ങൾ അയച്ചതിന് പിന്നാലെ രാഹുൽ യുവതിയെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് രാഹുലിൻ്റെ കൈവശമുള്ളത് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോണിലെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ രാഹുൽ തയ്യാറാകാതിരിക്കുന്നത്. അതേസമയം അത് സയന്റിഫിക് പരിശോധനയ്ക്കായി ഫോറൻസിക് സംഘത്തിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി ആ ഫോണിലെ രാഹുലിൻ്റെ രഹസ്യങ്ങൾ മറനീക്കും. അത് കൃത്യമായി അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്യും. അതിനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷയിൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തിരുവല്ല കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ ഇന്ന് നീങ്ങുന്നത്. ബലാത്സംഗ കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ട് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. കാര്യം വ്യക്തമാക്കി കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു. രാഹുലിനെ നാളെ നേരിട്ട് ഹാജരാക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പ് നടത്തുന്നതിനായി പ്രതി ഒരാഴ്ചത്തെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഒരാഴ്ചത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദിച്ചിട്ടുള്ളത്. നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഹോട്ടലിലടക്കം തെളിവെടുപ്പും നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണിപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത്? ഒപ്പം ജാമ്യാപേക്ഷയുമായുള്ള രാഹുലിന്റെ നീക്കം എങ്ങനെയാണ്? ശ്രീജ, വളരെ അപ്രതീക്ഷിതമായ നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആദ്യത്തെ 2 കേസുകളിൽ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ്. അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുമുണ്ട്. ഇതിനിടയിലാണ് 3ാമത്തെ പരാതി വന്നതും അതിൽ അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ജയിലിലാണ്, ജാമ്യം ലഭിച്ചിട്ടില്ല. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിലൊരു പ്രൊഡക്ഷൻ വാറണ്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതിൽ കാലതാമസമുണ്ടായി. അതുകൊണ്ടാണ് അടുത്ത ദിവസത്തേക്ക് ഇത് പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടമാകട്ടെ ജയിലിൽ തുടരേണ്ട സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, നാളെ പരിഗണിക്കുന്നത് 2 അപേക്ഷകളാണ്. അതിൽ ഈ ജാമ്യാപേക്ഷയുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് കസ്റ്റഡി അപേക്ഷ. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരാഴ്ചത്തെ കസ്റ്റഡി കാലാവധിയാണ്. ഇതിൽ ഗൂഢാലോചനയുണ്ട്. അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ, ഈ തെളിവുകൾ നശിപ്പിക്കൽ, അധികാരം ഉപയോഗിച്ചുള്ള തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളെല്ലാം തന്നെ ചേർത്തുകൊണ്ടുള്ള ഒരു FIR ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യണം എന്ന കാര്യം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ ധരിപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകി അതിൽ അനുകൂല തീരുമാനമുണ്ടാക്കാനുള്ള ഒരു പ്രോസിക്യൂഷൻ്റെ നടപടികളുണ്ടാകുക. അതേസമയം ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൻ്റെ ഇപ്പോഴത്തെ, അതായത് നേരത്തെയുള്ള ജാമ്യാപേക്ഷകളിൽ കോടതിയിൽ നടക്കുന്ന നടപടികൾ ചൂണ്ടിക്കാട്ടി ഈ കേസിലും അങ്ങനെ ഒരു ജാമ്യം നേടി പുറത്തിറങ്ങാനുള്ളൊരു സാഹചര്യമായിരിക്കും പ്രതിഭാഗത്തു നിന്ന് ഉണ്ടാകുക. മാത്രമല്ല
ശാസ്തമംഗലം അജിത് കുമാറാണ് മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ. അദ്ദേഹം ഇതിൽ പറഞ്ഞത് തന്നെ ബലാത്സംഗ കുറ്റമൊക്കെ ഇതിലെങ്ങനെ നിലനിൽക്കുമെന്ന പ്രതികരണം ഇതിനകം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വാദപ്രതിവാദമായിരിക്കും അടുത്ത ദിവസം പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് കോടതി മുറിയിൽ ഉണ്ടാവുക എന്ന കാര്യം വ്യക്തമാണ്. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാനുള്ള നടപടികളാണ്. അതിൽ ഇപ്പോൾ നിയമസഭയുടെ ചില നടപടിക്രമങ്ങൾ അത് എത്തിക്സ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് പോയിട്ടുണ്ട്. SIT ആകട്ടെ അത് സംബന്ധിച്ച് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സ്പീക്കർക്ക് കൈമാറുകയും ചെയ്തു. ഇതിൽ നിയമോപദേശം തേടാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സഭയുടെ കാലാവധി തീരുന്നത് വരെ MLA ആയി തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല. അവിടെയും ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു കാണേണ്ടത്, രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി പാലക്കാട് മത്സരിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് വീണ്ടും അപ്രതീക്ഷിതമായ തിരിച്ചടിക്കുള്ള കളമൊരുങ്ങുന്നത്. എത്തിക്സ് കമ്മിറ്റി ഇങ്ങനെ ഒരു ആൾ, വളരെ സ്വഭാവദൂഷ്യമുള്ള ഒരാൾ MLA ആയി തുടരുന്നതിൽ ശരിയല്ല, അതിൽ ശരികേടുണ്ട് എന്ന ഒരു റിപ്പോർട്ടാണ് നൽകുന്നതെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് പുറത്താക്കിയ, ഇപ്പോൾ കോൺഗ്രസ് രാജി ആവശ്യപ്പെടാത്ത പാർട്ടിയിൽ നിന്ന് പുറത്തു എന്ന് പറഞ്ഞ് ഒരു പരിധിവരെ ഈ വിഷയം നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യത്തിൽ MLAക്ക് അയോഗ്യത വരുന്ന ഒരു നില കൂടി ഉണ്ടാകും. ശ്രീജ. ശരി, PV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചാൽ അയോഗ്യനാക്കാനുള്ള നടപടിയിലേക്ക് കടക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ്. അയോഗ്യത ആവശ്യപ്പെട്ട് LDF MLAമാർ ഉടൻ പരാതി നൽകും. അതിനിടെ അറസ്റ്റ് ചെയ്ത വിവരം സ്പീക്കറെ രേഖാമൂലം പോലീസ് അറിയിച്ചു. ബലാത്സംഗ കുറ്റം ചുമത്തിയതും കേസ് വിവരവും കൈമാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയോഗ്യതാ നടപടിക്കുള്ള നീക്കം നിയമസഭ ആരംഭിച്ചിട്ടുണ്ട്. MLAമാരിൽ നിന്ന് പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കും. എത്തിക്സ് ആൻഡ് പ്രിവൈസ് കമ്മിറ്റിക്ക് വിടാനോ അല്ലെങ്കിൽ സ്പീക്കർക്ക് നേരിട്ട് ഈ നടപടികളിലേക്ക് കടക്കാനോ കഴിയുന്ന സാഹചര്യമാണുള്ളത്. അതിനുള്ള നീക്കം നിയമോപദേശം ഇന്നലെ തന്നെ സ്പീക്കറുടെ ഓഫീസും നിയമസഭാ സെക്രട്ടേറിയറ്റും തേടിയിരുന്നു. ഇടതുമുന്നണി എന്ന നിലയിലും ഒരുപക്ഷെ പരാതി നൽകിയേക്കും. നിയമസഭാ സമ്മേളനം 20-ന് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യതാ നീക്കവും ആരംഭിക്കാൻ തന്നെയാണ് സാധ്യത. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു അയോഗ്യത ഒരു MLAക്കും നേരിടേണ്ടി വന്നിട്ടില്ല. 2 തവണ എത്തിക്സ് ആൻഡ് പ്രിവൈസ് കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ PC ജോർജിനെതിരെ ശാസന അടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു MLAക്കെതിരെയും അത്തരം നീക്കങ്ങൾ ഉണ്ടായില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയോഗ്യനാക്കാൻ നടപടികളിലേക്ക് തന്നെ നിയമസഭ കടന്നാലും അത്ഭുതപ്പെടാനില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്ത് രാഹുൽ ജയിലിലാണെന്ന വിവരം അന്വേഷണ സംഘം രേഖാമൂലം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി നിയമസഭാ സെക്രട്ടേറിയറ്റും തുടർ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിക്ക് പുറത്തുള്ളവരോട് എങ്ങനെയാണ് രാജി ആവശ്യപ്പെടുകയെന്നും VD സതീശൻ ആവർത്തിച്ചു. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടുന്നു? ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ്. മെമ്പർഷിപ്പ് 2 കൊല്ലത്തിന് മീതെ അല്ലെ ശിക്ഷ കിട്ടിയപ്പോ പോയതാണ്. അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടാന്ന് ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി പാർട്ടി ആലോചിക്കും. അങ്ങനത്തെ ഒരു ഘട്ടം വന്ന സാങ്കല്പിക ചോദ്യമാണത്. ഇപ്പൊ മറുപടി പറയേണ്ട ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാജി ആവശ്യം നിയമസഭയിൽ ചർച്ചയാകട്ടെ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഹുലിനെതിരെ കോൺഗ്രസ് കടുത്ത നടപടിയാണ് സ്വീകരിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരിക്കലും എടുക്കാത്ത നിലപാടാണ് അതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരിക്കലും എടുക്കാത്ത നിലപാടാണ് ധൈര്യപൂർവ്വം കോൺഗ്രസ് പാർട്ടി എടുത്തത്. ഇക്കാര്യത്തിൽ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു. ഇനി കോൺഗ്രസിന്റെ മുമ്പിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കോൺഗ്രസിന്റെ ജീർണതയാണ് ഇതിലൂടെ വെളിവാവുന്നത്. മൂന്നാമത്തെ പരാതിക്കാരിയെ വടകരയിലെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുവെന്നും ഈ ഫ്ളാറ്റ് ആരുടേതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. സ്ഥിരം ലൈംഗിക കുറ്റവാളിയായി അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവിൻ്റെ ചെയ്തികൾ കോൺഗ്രസിലെ ഒരു ജീർണതയാണ് വെളിപ്പെടുന്നത്. മൂന്നാമത്തെ ഇര പോലീസിന് നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോഴുള്ള കേസുണ്ടായതും പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്.
രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ വീണ്ടും അപമാനിച്ചതിന് രാഹുൽ ഈശ്വറിന് പുതിയ നിയമക്കുരുക്ക്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം CJM കോടതി നോട്ടീസ് അയച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളെല്ലാം മുഖ്യമന്ത്രിക്ക് നൽകുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് രാഹുൽ ഈശ്വർ ആരോപിച്ചു. തന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നിസ്സാര കാരണങ്ങൾ നിരത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായി തന്നെ ജയിലിലിട്ടുവെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഏകദേശം 16 ദിവസത്തോളമാണ് ജയിലിൽ കിടന്നത്. യഥാർത്ഥത്തിൽ സ്റ്റേഷൻ ജാമ്യം തന്നു വിടേണ്ട ഒരു കാര്യത്തിന് 16 ദിവസത്തോളം ജയിലിലിടുകയുണ്ടായി. അതിനുശേഷമാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. പക്ഷേ സാമൂഹിക കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നുകൊണ്ടും പുരുഷന്മാർക്ക് വേണ്ടി നിലപാടെടുക്കുന്നതുകൊണ്ടും വീണ്ടും നിശബ്ദനാക്കാൻ വേണ്ടി പോലീസ് വീണ്ടും മൂവ് ചെയ്തിരിക്കുകയാണ്. ജാമ്യം നിഷേധിക്കണമെന്ന് പറഞ്ഞു. ചെയ്ത കുറ്റം എന്താണ് എന്ന് പോലീസ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി കൊടുത്ത പെൺകുട്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിപ്രകാരം ബഹുമാനപ്പെട്ട സെഷൻസ് കോടതിയുടെ വിധിയിൽ ആ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്ത പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ കോടതി ഫൈൻഡിംഗ് അടക്കം സൂചിപ്പിച്ചുകൊണ്ട് ഈ വ്യക്തി അതിജീവിതയല്ല എന്ന് പറഞ്ഞു. ഇതാണ് എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ്. അത് അവരിൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കി. അതുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാം. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിൽ എഴുതി വെച്ച ഫൈൻഡിംഗ് പറഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈസി ആയിട്ട് വെച്ച് ആൾക്കാരെ കുടുക്കുന്നത് സ്ഥിരം നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി മുഖ്യമന്ത്രിയുടെ ചായക്കപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ അതിജീവിതയുടെ ഫേസ്ബുക്ക് കുറിപ്പിലെ വാചകങ്ങളാണ് മുഖ്യമന്ത്രിയുടെ കപ്പിലുള്ളത്. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നായിരുന്നു കപ്പിലെ വാചകം. എങ്ങനെയൊക്കെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ നോക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയുടെ പേരിൽ ആഘോഷപൂർവ്വം പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഫണ്ട് പോലും കേരളത്തിന് തടസ്സപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നടന്ന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സമരത്തിൽ രൂക്ഷ വിമർശനമാണ് സമരത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. ഡൽഹിയിൽ പോയി മോദിയും അമിത്ഷായും പറയുന്ന എവിടെയും മുഖ്യമന്ത്രി ഒപ്പിടുമെന്ന് സതീശൻ പറഞ്ഞു. കേന്ദ്രത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ സമരം ജനശ്രദ്ധ തിരിക്കാനാണെന്നും ഇപ്പോൾ നടക്കുന്നത് നാടകമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ആരോപിച്ചു. ഈ നാടിനെ തകർക്കരുത്, ഈ നാടിന് അർഹതപ്പെട്ടത് നിഷേധിക്കരുത്, ഇതാണ് നാം ആവശ്യപ്പെടുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ അനർഹമായ ഒന്നും കേരളം ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാനുസൃതമായി അവകാശപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ അവകാശപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കരുത് എന്നതാണ് നാം ഉയർത്തുന്നത്. കേന്ദ്ര സർക്കാരിനും സംഘപരിവാറിനും അതുപോലെ കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഇടതുമുന്നണിയുടെ നേതാക്കളും മന്ത്രിമാരും MLA-മാരും സത്യാഗ്രഹ സമരം നടത്തിയത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ക്രൂരമായി ശ്വാസം മുട്ടിക്കുന്നുവെന്നാണ് പ്രധാനമായും സർക്കാർ കേന്ദ്രങ്ങൾ ഇടതുമുന്നണി ആരോപിച്ചത്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ് കേന്ദ്രം. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടികളാണ്. ക്രൂര മനോഭാവത്തോടുകൂടി സർക്കാരിനെതിരെ സംസ്ഥാനത്തിനെതിരെ കേന്ദ്രം നിലപാടെടുക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചത്. സമരത്തിൽ സംസാരിച്ച ഉപവാസത്തിൽ സംസാരിച്ച നേതാക്കളെല്ലാം അതേ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ സംസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നതിന് പകരം, സംസ്ഥാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം BJP പറയുന്ന വഴിയെ പോകുന്നുവെന്ന വിമർശനം കോൺഗ്രസിനെതിരെയും സമരത്തിൽ ഉയർന്നു കേട്ടു. എന്നാൽ എന്തുകൊണ്ട് സർക്കാരിനൊപ്പം ഇടതുമുന്നണിക്കൊപ്പം സമരം ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് പ്രതിപക്ഷത്തിന്റെ മറുപടി, അവർക്കൊപ്പം കൂടിയാൽ ഞങ്ങളും വഷളായി പോകും. രഹസ്യമായി BJP-ക്കൊപ്പം ചേർന്ന് നിൽക്കുകയും അമിത്ഷായ്ക്കും മോദിക്കൊപ്പം ചേർന്ന് നിൽക്കുകയും പിന്നീട് പരസ്യമായി അവർ തള്ളിപ്പറയുകയും ചെയ്യുന്ന LDF നിലപാടിനൊപ്പം തങ്ങളില്ല എന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഈ സർക്കാരുമായിട്ട് യോജിച്ച് ഒരു സമരത്തിലും ഞങ്ങളില്ല. കാരണം ഇവര് ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത്ഷായുടെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത്. അതിന്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ. ഇവർക്ക് ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരസ്പര ബാന്ധവുമാണ് BJP നേതൃത്വവും സംസ്ഥാനത്തെ CPM നേതൃത്വവും. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രി സമരത്തിനെതിരെ BJP-യും രംഗത്തെത്തി. നുണകളുടെ കൊട്ടാരം പണിയുകയാണ് മുഖ്യമന്ത്രി. കേന്ദ്രം നൽകിയ സഹായങ്ങളൊന്നും പുറത്തു പറയാതെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണ് മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഈ CPM സർക്കാരിന്റെ ഒരു
രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ചെയ്യേണ്ട അവരുടെ കടമ ഇന്ന് ശ്രദ്ധ തിരിക്കാൻ അവരൊരു പണ്ടുകാലത്തിൻ്റെ ഒരു ശ്രമമാണ് ഇന്നും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി 90 ദിവസമുണ്ട്. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നുണകൊട്ടാരം ഉണ്ടാക്കി ഓടിപ്പോവല്ല. ഇക്കോണമിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മാധ്യമ സുഹൃത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുക. ഒരു ഡിബേറ്റ് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സംസ്ഥാന തലത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന സമരത്തിന് സമാനമായി മറ്റു ജില്ലകളിലും ഇതേ മാതൃകയിലുള്ള സമരങ്ങൾ ഇടതുമുന്നണി സംഘടിപ്പിക്കും. മാത്രമല്ല അടുത്ത ആഴ്ചകളിൽ ആരംഭിക്കാൻ പോകുന്ന ഇടതുമുന്നണിയുടെ സംസ്ഥാന ജാഥകളിലും കേന്ദ്രത്തിനെതിരെ സംഘപരിവാറിനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളുണ്ടാകും. അതേ രീതിയിൽ തന്നെ കോൺഗ്രസിനെതിരെയും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് ഒരുമിച്ച് പോരാടുന്നതിന് പകരം സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനും സംസ്ഥാന താല്പര്യങ്ങൾക്കെതിരെ നിൽക്കാനുമാണ് കോൺഗ്രസും UDF-ഉം ശ്രമിക്കുന്ന ആരോപണം കൂടി ഇടതുമുന്നണി രാഷ്ട്രീയ പ്രചരണമായി ഉയർത്തിക്കൊണ്ടുവരും. ഇടതുമുന്നണിയുടെ കേന്ദ്രവിരുദ്ധ സമരത്തിൽ ജോസ് കെ മാണിയുടെയും ശ്രേയംസ് കുമാറിന്റെയും അസാന്നിധ്യം ഇന്ന് വലിയ ചർച്ചയായി. മുന്നണി മാറ്റത്തിന്റെ സൂചനയാണ് ഇരുവരുടെയും അസാന്നിധ്യമാണ് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ടായ ചർച്ചകൾ. എന്നാൽ കേരള കോൺഗ്രസ് ഈ വാദം തള്ളുകയാണ്. വിദേശത്തായതിനാലാണ് ജോസ് കെ മാണി പങ്കെടുക്കാത്തതെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. ഇതിനിടെ കേരള കോൺഗ്രസിനെ വീണ്ടും മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ് രംഗത്തെത്തി. അല്ല, UDF-ലേക്ക് ആര് വന്നാലും അത് മെച്ചല്ലേ? UDF-ന്റെ അടിത്തറയല്ലേ വിപുലീകരിക്കുന്നത്? എത്ര ആളുകൾ കൂടുതലാകുന്നത് എല്ലാം കൊണ്ടും നല്ലതല്ലേ? പിന്നെ UDF-ന്റെ ആശയങ്ങളുമായി യോജിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളായ എല്ലാ വിഭാഗങ്ങളെയും UDF സ്വീകരിക്കും. വിവരങ്ങളുമായി TG സജിത്ത്, ഈ തെരഞ്ഞെടുപ്പിന്റെ വളരെ കുറച്ച് സമയം മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുൻപ് LDF-ന്റെ ഒരു ഐക്യ പ്രഖ്യാപനമായി മാറേണ്ട ഒരു വേദിയായിരുന്നു ഇത്. അവിടെ പ്രധാനപ്പെട്ട 2 നേതാക്കളുടെ അസാന്നിധ്യം സ്വാഭാവികമായും ശ്രദ്ധയാവും. അതിനോടൊപ്പമാണ് ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ക്ഷണം ആവർത്തിക്കപ്പെടുക കൂടി ചെയ്യുന്നത്. ഇന്ന് ശ്രേയംസ് കുമാറും ഒപ്പം ജോസ് കെ മാണിയും അവിടെ ഇല്ലാത്തതിന് എന്താണ് ഇവരുടെ വിശദീകരണം? അതെങ്ങനെയാണ് ചർച്ചയാവുന്നത്? ശ്രീജ സൂചിപ്പിച്ചത് തന്നെയാണ് സാഹചര്യം. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കം, അതിൻ്റെ പ്രഖ്യാപനം, ഇത് തന്നെയാണ് ഇന്നത്തെ ഈ സമരത്തിൻ്റെ ഒരു അജണ്ടയിൽ പ്രധാനമായി ഉള്ളത്. ഇടതുമുന്നണി ഒന്നിച്ച് ഒരു സമരത്തിന് ഒരുങ്ങുന്നു, തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുന്നു. അതിന് മുമ്പുള്ള ഒരു സമര പ്രഖ്യാപനമാണ്. സ്വാഭാവികമായും ജോസ് കെ മാണിയുടെയും ഒപ്പം ശ്രേയംസ് കുമാറിൻ്റെ അസാന്നിധ്യം അതുകൊണ്ട് തന്നെ ചർച്ചയാവുമെന്ന് ഉറപ്പായിരുന്നു. എന്തായാലും ഇന്ന് ഇത് ചർച്ചയായതിനു ശേഷം കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ജോസ് കെ മാണി വിദേശത്താണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാതിരുന്നത്. ബോധപൂർവം അദ്ദേഹം വിട്ടുനിന്നതല്ല എന്നതാണ് കേരള കോൺഗ്രസ് നൽകുന്ന വിശദീകരണം. പക്ഷേ ഇതിൻ്റെ പല രാഷ്ട്രീയ സാധ്യതകളും രാഷ്ട്രീയ രംഗങ്ങളിൽ ഇങ്ങനെ അഭ്യൂഹങ്ങളായി പ്രചരിക്കുന്നുണ്ട്. കാരണം ജോസ് കെ മാണി വിഭാഗം UDF-ലേക്ക് പോകും എന്ന സൂചനകൾ കുറേ നാളുകളായി തന്നെ അഭ്യൂഹങ്ങളായി നിലനിൽക്കുന്നതാണ്. പക്ഷേ ജോസ് കെ മാണിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷം അവരുടെ മേഖലാ ജാഥകളുടെ ഒരു ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണിയെ ഉൾപ്പെടുത്തി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാരണം അങ്ങനെയൊരു പ്രഖ്യാപനം നടത്തേണ്ട ഉദ്ദേശം തന്നെ ജോസ് കെ മാണിക്ക് ഒരു പരിഗണന നൽകി ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റ സാധ്യതകൾ നിഷേധിക്കുക എന്നതാണ്. പക്ഷേ ജോസ് കെ മാണി ഇന്ന് വിട്ടുനിന്നു. കേരള കോൺഗ്രസ് നിഷേധിക്കുന്നുവെങ്കിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഈ മുന്നണി മാറ്റ സാധ്യതകൾ ഒന്നുകൂടി ശക്തമാക്കുന്നതാണ് ഇന്നത്തെ ഈ നീക്കം എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് വീണ്ടും ആവർത്തിക്കുന്നു, വീണ്ടും പറയുന്നു ജോസ് കെ മാണിക്ക് സ്വാഗതം എന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ എതിർപ്പുകൾ ഉള്ളപ്പോഴും അതിൽ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നു എന്നാണ് സാഹചര്യം. എന്തായാലും രഹസ്യ ചർച്ചകൾ പിന്നണിയിൽ നടക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ വളരെ സജീവമാണ്. UDF കേന്ദ്രങ്ങൾ ഇത് തള്ളിയിട്ടുമില്ല. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇത്തരം ചില സൂചനകൾ, സാധ്യതകൾ അവർ രഹസ്യമായെങ്കിലും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ അഭ്യൂഹങ്ങൾ, പല രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങൾക്കുള്ള സാധ്യതകളും സസ്പെൻസും തുടരുകയും ചെയ്യുകയാണ്. ശ്രീജ, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഹൈക്കോടതി. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് വിമർശനം. മകൻ SP ആയതുകൊണ്ടാണോ ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നതെന്നും കോടതി ചോദിച്ചു. ചെറിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി.
ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിനും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും വലിയ രീതിയിലുള്ള വിമർശനം ഏൽക്കേണ്ടി വന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി തിരിയാനുള്ളൊരു കാരണം ഹൈക്കോടതി ചോദിക്കുന്നത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് ഈ ഇപ്പോൾ വന്നിട്ടുള്ള ഈ സ്വർണ്ണപ്പാളിയുമായി വന്നിട്ടുള്ള ഈ ശ്രീകോവിലുമായി വന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരെ ഏൽപ്പിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നതാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഇതിനാണ് ദേവസ്വം ബോർഡുള്ളത്. ദേവസ്വം ബോർഡിനെ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ഇത് നിർമ്മാണവുമായി മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് ഈ കേസിലെ വലിയൊരു വീഴ്ചയായിട്ട് ഹൈക്കോടതി പറയുന്നത്. കൃത്യമായൊരു ഉത്തരവാദിത്വം അതാത് സ്ഥാപനങ്ങൾ നിറവേറ്റാത്തത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവർ അതിൽ അലംഭാവം കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ളൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നതെന്ന് ഹൈക്കോടതി പറയുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിനും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനമുണ്ട്. എന്തുകൊണ്ടാണ് KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്? കാരണം അയാൾ ഒരു ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിതാവാണ്. അയാൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട നാൾ മുതൽ തന്നെ ഇയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇയാളുടെ ഒരു ആരോഗ്യപരമായൊരു സാഹചര്യം? എന്തുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത്? അറസ്റ്റ് ചെയ്യാൻ ഭയമാണോ എന്നതടക്കമുള്ളൊരു ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഈ അന്വേഷണത്തെ വളരെ ക്രിയാത്മകമായിട്ട് തന്നെയാണ് ഹൈക്കോടതി വിലയിരുത്തി മുന്നോട്ട് പോകുന്നത്. ഓരോ വീഴ്ചകളും അല്ലെങ്കിൽ സംഭവിച്ചു പോകുന്ന പാളിച്ചകൾ ഇതെല്ലാം തന്നെ വ്യക്തമായി ഹൈക്കോടതി അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ രീതിയിലുള്ള ഗുരുതര സ്വഭാവമുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ചത് സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ, അതോടൊപ്പം തന്നെയാണ് മുരാരി ബാബു, ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായ പത്മകുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് പ്രധാനമായും തന്നെ പരിഗണിച്ചത്. കോടതി വാദം കേട്ട ശേഷം ഇത് പരിഗണിക്കുന്നതിന്, വിധി പറയുന്നതിന് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഗോവർദ്ധൻ ഇതിൽ പ്രധാനമായും തന്നെ പറഞ്ഞത് താൻ നിരവധിയായ പ്രവർത്തനങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. 1,40,00,000 പരം രൂപയുടെ സംഭാവനകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും, ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. തനിക്കായി ഇങ്ങനെയൊരു അപഹരണം തൻ്റെ ഒരു ലക്ഷ്യത്തിൽപ്പെട്ടതല്ല എന്നതെല്ലാമാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പത്മകുമാറിൻ്റെ കാര്യത്തിലായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പറയുന്നത് കൃത്യമായൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നിറവേറ്റിയില്ല എന്ന് തന്നെ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മീനിട്ട വലിയ ഇരകളെ കുരുക്കുന്ന രീതിയിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഇതിലെല്ലാം വളരെ ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിലേക്കൊന്നും പോയിരുന്നില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. 3 പേരുടെയും ജാമ്യാപേക്ഷകളിൽ വരും ദിവസം ഹൈക്കോടതി വിധി പറയും. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ നടൻ വിജയിയെ 5 മണിക്കൂർ ചോദ്യം ചെയ്ത് CBI. ദില്ലിയിലെ CBI ആസ്ഥാനത്തായിരുന്നു ചോദ്യം ചെയ്യൽ. ചെന്നൈയിൽ CBI യൂണിറ്റ് ഉള്ളപ്പോൾ ചോദ്യം ചെയ്യൽ ദില്ലിയിൽ നടത്തിയത് സംശയകരമാണെന്ന് DMK ആരോപിക്കുന്നു. അതേസമയം ജനനായകൻ സിനിമാ വിവാദത്തിൽ വിജയുടെ മൗനവും വലിയ ചർച്ചയാവുകയാണ്. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി. സുവി, ജനനായകൻ എന്നത് വിജയെ സംബന്ധിച്ച് വെറുമൊരു ചിത്രമല്ല, അദ്ദേഹത്തിന്റെ അവസാന സിനിമ എന്ന നിലയ്ക്കാണ് അത് ചർച്ചയാവുന്നത്. അപ്പോഴും ഇതുവരെയും വിജയ് അക്കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതിനിടയിലാണ് ഇന്ന് CBI ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കരൂർ ദുരന്തത്തിൽ മൊഴിയെടുക്കുന്നത്. എങ്ങനെയാണ് ഇത് രണ്ടും DMK ചേർത്ത് വെക്കുന്ന രാഷ്ട്രീയ ചർച്ചയാവുന്നത്? തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുപ്പ് തന്നെയാണ് വിജയുടേത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. പ്രത്യേകിച്ചും വിജയിയെ വിളിപ്പിച്ചിരിക്കുന്നത് ഡൽഹിയിലെ CBIയുടെ ആസ്ഥാനത്താണ്. എന്തുകൊണ്ട് മദ്രാസിൽ ഒരു യൂണിറ്റ് ഉള്ളപ്പോൾ ഡൽഹിയിലേക്ക് വിജയിയെ വിളിപ്പിച്ചു എന്നൊരു ചോദ്യമാണ് ആദ്യം മുതൽ തന്നെ DMK ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജനനായകൻ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദത്തിൽ ഒരു പ്രതികരണവും വിജയുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതും ഈ സംശയത്തിന്റെ ആധി വർദ്ധിപ്പിക്കുകയാണ്. BJPക്ക് ഇതുവരെയും തമിഴ്നാട്ടിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു അക്കൗണ്ട് തുറക്കാൻ വിജയുടെ ഒരു സഹായം ലഭിക്കുമോ എന്നൊരു ചോദ്യമാണ് DMK ഇതിന് ലഭിക്കുമോ എന്നൊരു ആശങ്കയാണ് DMKക്ക് ഇതിന് ബദലായിട്ടുള്ളത്. ഏതായാലും ഇന്ന് ചോദ്യം ചെയ്യൽ നടന്നു, മൊഴിയെടുക്കലാണ് നടന്നത്. രാവിലെ 12:30 വിജയ് ഇന്ന് ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് എത്തുന്നത്. അദ്ദേഹത്തോട് 35 ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകരെ ഉൾപ്പെടെ ഈ ചോദ്യം ചെയ്യൽ വേളയിൽ
കോടതിയിൽ അനുവദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെന്നൈയിൽ ഒരു CBI യൂണിറ്റ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ദേശീയ ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചത് എന്നൊരു ചോദ്യം ആദ്യം മുതൽ തന്നെ ഉയരുന്നുണ്ട്. ദേശീയ ആസ്ഥാനത്തായിരുന്നു ചോദ്യം. പ്രത്യേകം ക്രമീകരിച്ച ചാർട്ടേഡ് വിമാനത്തിലാണ് വിജയ് കറുപ്പ് ഷർട്ടും പാൻറ്റും അണിഞ്ഞുകൊണ്ട് വിജയ് ഡൽഹിയിലേക്ക് എത്തിയത്. അതെല്ലാം തന്നെ ഒരു സന്ദേശം സൂചിപ്പിക്കുന്നു എന്നാണ് TVK പ്രവർത്തകർ പറയുന്നത്. ആരാധകരുടെ വലിയ നിരയും മറ്റും ഉണ്ടായിരുന്നു. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കിടെയാണ് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. ഏതായാലും വിജയോട് ചോദിച്ചിരിക്കുന്നത് 12 മണിക്കാണ് കരൂർ, അതായത് സെപ്റ്റംബറിലാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. അന്ന് വിജയ് എത്തേണ്ടത് കരൂരിലാണ്. കരൂരിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചതാരാണ്? സർക്കാർ അനുമതി എങ്ങനെയാണ് ലഭിച്ചത്? എന്തുകൊണ്ട് വിജയ് ഉദ്ദേശിച്ച സമയത്ത് എത്തിയില്ല? 12 മണിക്കായിരുന്നു വിജയ് എത്തേണ്ടിയിരുന്നത്. പകരം വിജയ് എത്തിയത് 7 മണിയോടുകൂടിയാണ്. ഇത്രയും മണിക്കൂറുകളുടെ ഒരു ഡിലേ എങ്ങനെയാണ് സംഭവിച്ചത്? അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിജയോട് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത് എന്നാണ് പറയുന്നത്. അതിനുശേഷം വിജയുടെ ഈ മൊഴി പകർപ്പ് വായിച്ചു കേൾപ്പിക്കാൻ അന്വേഷണ സംഘം CBI സംഘം സമ്മതിച്ചു. 3 അംഗ സംഘമാണ് മൊഴിയെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വിജയുടെ അഭിഭാഷകരും ഈ മൊഴി പകർപ്പ് വായിച്ചതിനു ശേഷം വിജയ് മൊഴി ഒപ്പിട്ട് നൽകി എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏതായാലും ഇത് വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇടയാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തുകൊണ്ടാണ് ചെന്നൈയിൽ ഒരു യൂണിറ്റ് ഉള്ളപ്പോൾ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയതും ഇങ്ങനെ അഭിഭാഷകരെ ഉൾപ്പെടെ എന്തുകൊണ്ട് ഈ മൊഴിയെടുക്കലിന് അനുവദിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും വലിയ തോതിൽ തന്നെ ചർച്ചയാക്കുകയാണ് DMK. ശ്രീജ. ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ KVN പ്രൊഡക്ഷൻ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി. തങ്ങളുടെ ഭാഗം കൂടി കേട്ട ശേഷമേ കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്നാണ് CBFC കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ജഡ്ജിയുടെ നിർദ്ദേശം സ്റ്റേ ചെയ്ത് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ വിചാരണ കോടതിയുടെ അതിരൂക്ഷ വിമർശനം. വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിലെത്തിയത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ്. അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളതെന്നും ആ സമയം ഉറങ്ങുകയാണ് പതിവെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിമർശിച്ചു. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്നാണ് TB മിനിയുടെ പ്രതികരണം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ കോടതി വിമർശനം ഉന്നയിച്ചത്. വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത്. അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാവാറുള്ളത്. ആ സമയം ഉറങ്ങുകയാണ് പതിവെന്നും കോടതി വിമർശിച്ചു. വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിലെത്താറുള്ളത്. എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല, പരിഗണിച്ചില്ല എന്ന് പറയാറുള്ളതെന്നും കോടതി വിമർശിച്ചു. നടി അക്രമക്കേസിലെ വിധിക്ക് പിന്നാലെ കോടതിയെ വിമർശിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് TB മിനി രംഗത്തു വന്നിരുന്നു. തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന വാദം പച്ചക്കള്ളമെന്നായിരുന്നു അഭിഭാഷകയുടെ വിമർശനം. അതേസമയം കേസിൽ നിയമോപദേശം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ്. വിചാരണ കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിക്കാനാവില്ലെന്നും ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമോപദേശം സർക്കാരിന് ലഭിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. ISROയുടെ ചരിത്രത്തിൽ ആദ്യമായി തുടർ തിരിച്ചടി. PSLV C-62 വിക്ഷേപണം 3ാം ഘട്ടത്തിൽ സഞ്ചാരപാത വ്യതിചലിച്ചതോടെ പരാജയപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്തുകയാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ പ്രതികരിച്ചു. ISROയുടെ ഏറ്റവും വിശ്വസ്ത ബഹിരാകാശ വിക്ഷേപണ വാഹനമായ PSLVക്ക് ചരിത്രത്തിലാദ്യമായി തുടർച്ചയായ 2ാം തിരിച്ചടി. ഈ വർഷത്തെ ആദ്യ ദൗത്യമായ PSLV C-62 ഇന്ന് രാവിലെ 10:17 വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ലോഞ്ചിംഗ് പാഡ് 1-ൽ നിന്ന് റോക്കറ്റ് വിജയകരമായി കുതിച്ചുയർന്നു. Here's the pillar of fire meets the canvas of blue. PSLV C-62 clearing the umbilical tower, a majestic lift-off. ആദ്യ 2 ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഉപഗ്രഹം 3ാം ഘട്ടത്തിലേക്ക് കടന്നു. 4ാം ഘട്ടം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് സാങ്കേതിക പ്രശ്നം ആരംഭിച്ചത്. ഇതോടെ നേരത്തെ നിശ്ചയിച്ചിരുന്ന ഓർബിറ്റിൽ നിന്ന് റോക്കറ്റിന്റെ സഞ്ചാരപാത വ്യതിചലിച്ചു. ഇങ്ങനെ ഗ്രൗണ്ട് സ്റ്റേഷനും സാറ്റലൈറ്റുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് റോക്കറ്റിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്ത ശേഷം വിശദീകരിക്കുമെന്ന്
ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിച്ചു. Close to the end of the third stage, we are seeing little more disturbance in the vehicle roll rates, and subsequently there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. Thank you. കഴിഞ്ഞ വർഷം നടന്ന PSLV C-61 വിക്ഷേപണത്തിലും സമാനമായ പ്രശ്നമാണ് ISRO നേരിട്ടത്. അന്ന് മൂന്നാം ഘട്ടത്തിന്റെ തുടക്കത്തിലാണ് സാങ്കേതിക പ്രശ്നം നേരിട്ടതെങ്കിൽ ഇത്തവണ അതിന്റെ അവസാനമായിരുന്നു പ്രശ്നമെന്നതാണ് വ്യത്യാസം. ചരിത്രത്തിൽ ആദ്യമായാണ് ISROയുടെ 2 തുടർ ദൗത്യങ്ങൾ ലക്ഷ്യം കാണാതെ പോകുന്നത്. എന്നാൽ കഴിഞ്ഞ ദൗത്യം പരാജയപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. PSLV C-62 അനിശ്ചിതത്വത്തിലായതോടെ മുൻപുണ്ടായ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് വിശദീകരിക്കാനും ISRO ബാധ്യസ്ഥരാണ്. DRDO നിർമ്മിച്ച ഇന്ത്യയുടെ തന്ത്രപ്രധാന ഉപഗ്രഹമായ EOS-N1 അന്വേഷ ഉൾപ്പെടെ 16 പേലോഡുകളുമായായിരുന്നു PSLV C-62 കുതിച്ചുയർന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് തിരിച്ചടി. മുൻ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് ചാർജ് മെമ്മോ നൽകിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. സിൻഡിക്കേറ്റ് ചേരാത്ത പ്രത്യേക അവസരങ്ങളിൽ വൈസ് ചാൻസലർ ഉപയോഗിക്കേണ്ട സർവകലാശാല ചട്ടം 10(13) ഉപയോഗിച്ചായിരുന്നു അനിൽകുമാറിനെതിരായ VC-യുടെ നടപടി. ഇതിനെതിരെയാണ് അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ചട്ടം 10(13) ഉപയോഗിക്കാമോ എന്നതിൽ വിശദീകരണം നൽകാൻ വൈസ് ചാൻസലറോട് കോടതി ആവശ്യപ്പെട്ടു. മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 1 മണിക്ക് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള രാജപ്രതിനിധിയുടെ നേതൃത്വത്തിൽ 30 അംഗ സംഘമാണ് തിരുവാഭരണ ഘോഷയാത്രയിലുള്ളത്. വിവരങ്ങളുമായി ശശി നാരായണൻ. ശശി, എങ്ങനെയൊക്കെയാണ് യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്? എപ്പോഴായിരിക്കും സന്നിധാനത്ത് യാത്ര എത്തിച്ചേരുക? ശ്രീജ, ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് പന്തളം വലിയൊരിക്കൽ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത്. രാവിലെ മുതൽ തന്നെ തിരുവാഭരണം ദർശിക്കാനുള്ള അവസരം പന്തളത്തുണ്ടായിരുന്നു. രാവിലെ 4 മണിയോടുകൂടി തന്നെ തിരുവാഭരണങ്ങൾ പന്തളം വലിയൊരിക്കൽ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഏറ്റുവാങ്ങി പ്രദർശനമായി വെച്ചിരുന്നു. നിരവധി ഭക്തരാണ്, അയ്യഭക്തരാണ് തിരുവാഭരണം കണ്ടു തുടർന്ന് ആചാരങ്ങളെല്ലാം പാലിച്ച് 1 മണിയോടുകൂടി തിരുവാഭരണങ്ങൾ പ്രത്യേക പേടകങ്ങളാക്കി അവിടെ ആചാര ചടങ്ങുകൾക്കും പ്രത്യേക പൂജകൾക്കും ശേഷമാണ് 1 മണിയോടുകൂടി തിരുവാഭരണങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടത്. എന്തായാലും വിവിധ ക്ഷേത്രങ്ങളിലും വിവിധ സ്ഥലങ്ങളിലൂടെയാണ് പരമ്പരാഗത പാത വഴിയാണ് തിരുവാഭരണങ്ങൾ സന്നിധാനത്ത് എത്തിക്കുന്നത്. ഇന്ന് അയിരൂർ പുതിയാവ് ക്ഷേത്രത്തിലായിരിക്കും വിശ്രമിക്കുക. ഘോഷയാത്ര യാത്രാ സംഘം വിശ്രമിക്കുക. അവിടെ നിന്ന് പുലർച്ചെ പുറപ്പെട്ട ശേഷം നാളെ സത്രത്തിൽ ലാഗ സത്രത്തിൽ വിശ്രമിക്കും. അവിടെ നിന്ന് പിന്നീട് കാൽനടയായി പരമ്പരാഗത പാത വഴി ഈ 30 അംഗ സംഘമാണ് തിരുവാഭരണ പേടകങ്ങൾ കൊണ്ടുവന്ന് 3 പെട്ടികളായിട്ടുള്ളത് തിരുവാഭരണങ്ങൾ കൊണ്ടുവന്നത്. അതായത് 1 തിരുവാഭരണം, 2 ഈ കൊടിപ്പെട്ടി, 3ാമത് പൂജാപാത്രം, ഇങ്ങനെ 3 പേടകങ്ങളാണ് തിരുവാഭരണങ്ങൾ ശിരസിലേറ്റിക്കൊണ്ട് കാൽനടയായി ഈ സന്നിധാനത്ത് എത്തിക്കുന്നത്. എന്തായാലും വലിയാനവട്ടം, ചെറിയാനവട്ടം അടക്കമുള്ള 14 ഉച്ചയോടുകൂടി പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അവിടെ നിന്നും ശബരിമലയ്ക്ക്, അതായത് ശരംകുത്തിയിൽ എത്തിച്ചേർന്നതിന് ശേഷം ശരംകുത്തിയിൽ നിന്ന് ദേവസ്വം ബോർഡ് മെമ്പർമാർ, പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അയ്യപ്പ സേവാ സംഘത്തിന്റെ അധികൃതം ചേർന്ന് ആനയിച്ചാണ് സന്നിധാനത്ത് എത്തിക്കുക. വൈകിട്ട് 6:30 തന്നെ ദീപാരാധന, തിരുവാഭരണ ചാർത്തിയുള്ള ദീപാരാധന നടക്കും. അത്തരത്തിലാണ് ക്രമീകരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും പരമ്പരാഗത പാത വഴിയുള്ള തിരുവാഭരണം ഘോഷയാത്ര പല ക്ഷേത്രങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സന്നിധാനത്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ തുടരുകയാണ്. തീർത്ഥാടകരുടെ എണ്ണം കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറവാണ്. പമ്പ മുതൽ സന്നിധാനം വരെ എവിടെയും തീർത്ഥാടകർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. ഇന്നലെ 69,299 പേരാണ് സന്നിധാനത്തെത്തിയത്. മകരവിളക്കിന് 2 ദിവസം മാത്രം ശേഷിക്കെ ശബരിമല സന്നിധാനത്തെ കാഴ്ചയാണിത്. നമുക്ക് കാണാം, നടപ്പന്തൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. എവിടെയും നിയന്ത്രണങ്ങളില്ല. തീർത്ഥാടകർക്ക് ആ നടപ്പന്തലിലൂടെ നേരിട്ട് 18ാം പടിയിലേക്ക് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം.
ഒരു തിരക്കുമില്ല. സുഖദർശനത്തിനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ സന്നിധാനത്തുള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ എവിടെയും കാത്തു നിൽക്കേണ്ട അവസ്ഥയില്ല. നമുക്കറിയാം, മുൻപൊക്കെ 6-7 മണിക്കൂർ കാത്തുനിന്ന് പലയിടങ്ങളിലായി തടയപ്പെട്ടൊക്കെയാണ് തീർത്ഥാടകർ സന്നിധാനത്തെത്തിയിരുന്നെങ്കിൽ ആ സാഹചര്യത്തിന് വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. ഇന്നലെ 69,299 പേരാണ്, അതായത് ഈ ഒരു മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന ശേഷമുള്ള ഏറ്റവും കുറവ് തീർത്ഥാടകരെത്തിയ ദിവസം ഇന്നലെയാണ് എന്നാണ് പോലീസിന്റെ കണക്ക്. വലിയ തിരക്ക് പ്രതീക്ഷിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഈ തിരക്ക് കുറഞ്ഞിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്ന് രാവിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു തിരക്കും എവിടെയും അനുഭവപ്പെടുന്നില്ല. തീർത്ഥാടകർ സുഖമായിട്ട് ദർശനം നടത്താൻ കഴിയുന്ന ഒരവസ്ഥ. പക്ഷേ ഇവിടെ എത്തുന്ന തീർത്ഥാടകരിൽ വലിയ ഒരു വിഭാഗം ഇവിടെ തന്നെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാണ്ഡിത്താവളത്തിലും അതേപോലെ ആ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ പലയിടങ്ങളായി ഷെഡുകളിലും പർണശാലകളിലൊക്കെ തീർത്ഥാടകർ തമ്പടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ഇനി മകരവിളക്ക് കണ്ടതിന് ശേഷമേ മടങ്ങിപ്പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ ഒരു തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരുപക്ഷെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. സന്നിധാനത്ത് മകരവിളക്കിന് 2 ലക്ഷത്തോളം തീർത്ഥാടകർ ഉണ്ടാകുമെന്ന കണക്കൂട്ടലിലാണ് പോലീസിന്റെ മുന്നൊരുക്കങ്ങളും പുരോഗമിക്കുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും RF ഉദ്യോഗസ്ഥരും ഒക്കെ സന്നിധാനത്തേക്ക് ഡ്യൂട്ടിക്കായി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മകരവിളക്കിന്റെ ചടങ്ങുകൾക്കും ഇന്ന് തുടക്കമാകും. പ്രാസാദ ശുദ്ധിക്രിയ, അതായത് ക്ഷേത്രശുദ്ധി വരുത്തുന്ന ചടങ്ങുകൾക്കാണ് ഇന്ന് തുടക്കമാകുക. വൈകുന്നേരം 5 മണിക്കാണ് തന്ത്രിയുടെ നേതൃത്വത്തിൽ ആ ചടങ്ങുകൾ നടക്കുക. നാളെ ബിംബശുദ്ധിക്രിയകൾ നടക്കും. അങ്ങനെ മകരവിളക്കിനായി സന്നിധാനം ഒരുങ്ങുകയാണ്. തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയൊരു തിരക്ക് പ്രതീക്ഷിച്ച സാഹചര്യത്തിൽ വലിയ അത്ര തിരക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, News 18. ഇടവേള. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള സ്വർണ്ണക്കപ്പിന് തൃശൂരിൽ ഉജ്ജ്വല സ്വീകരണം. 13 ജില്ലകളിലൂടെ ഘോഷയാത്രയ്ക്ക് ശേഷം തൃശൂരിലെത്തിയ സ്വർണ്ണക്കപ്പ് കളക്ടർ അർജുൻ പാണ്ഡ്യനും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും ചേർന്ന് സ്വീകരിച്ചു. ചാലക്കുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് കപ്പ് എത്തിയത്. തൃശൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിലൂടെ പര്യടനം നടത്തിയ ശേഷം സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയിലെത്തും. 14-ന് രാവിലെ 9 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ സ്കൂളുകളും മത്സരാർത്ഥികളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. സ്കൂൾ കലോത്സവത്തിൽ സംഘനൃത്തത്തിൽ 1ാം സ്ഥാനം ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്തെ ഹോളി ഏഞ്ചൽ സ്കൂൾ 80കൾ മുതൽ നിരവധി കലോത്സവങ്ങളിൽ ഹൈസ്കൂൾ വിഭാഗത്തിലെ സംഘനൃത്തത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട് ഈ വിദ്യാലയത്തിൽ നിന്നുള്ള കുട്ടികൾ. മഹാഭാരതത്തിലെ ഉപകഥയിൽ നിന്ന് ഭാവാത്മകമായി വികസിപ്പിച്ചെടുത്തതാണ് സ്വയംവരം. മാധവിയുടെ കഥയ്ക്ക് ഇതിഹാസ സമാനമായ ഗാംഭീര്യം നൽകി ആധുനിക കാലത്തിന്റെ സമസ്യകളോട് ധന്യാത്മകമായി ഭാവവിനിമയം നടത്തുകയാണ് ONVയുടെ ഈ കാവ്യം. ഇന്നും സ്ത്രീയുടെ അനുഭവസ്ഥലികളിലേക്ക് നടത്തുന്ന മഹത്തായ ഒരയനം കൂടി. സമകാലിക സമൂഹത്തിൽ സ്ത്രീത്വം നേരിടുന്ന വെല്ലുവിളികൾ പൊള്ളുന്ന ചുവടുകളാകുന്നു. എൻ്റെ ടീച്ചിങ് കരിയർ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തത് 1987 ആണ്. അന്ന് തുടങ്ങി ഞാനിവിടെ ഗ്രൂപ്പ് ഡാൻസ് ഹോളി ഏഞ്ചൽസിന്റെ ഒരു മെയിൻ ഐറ്റമായിട്ട് ഇവിടെ നിന്ന് പോകുമായിരുന്നു. എപ്പോഴും ഫസ്റ്റാണ്. അതർ സ്കൂൾസ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നീടാണ് ഈ കൂടുതൽ കോമ്പറ്റീഷനൊക്കെ വന്നത്. പക്ഷെ ഹോളി ഏഞ്ചൽസ് ഓൾവേസ് ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ഗ്രൂപ്പ് ഡാൻസ്. ചലച്ചിത്ര താരം ഗൗരി ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ട്. ഞങ്ങൾ 10th ആണ് മെജോറിറ്റി. ഞങ്ങളുടെ ക്ലാസ്സൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇതിനൊരു റിസൾട്ട്, ഞങ്ങളെടുക്കുന്ന ഹാർഡ് വർക്ക് എല്ലാത്തിനും സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് പ്രൈസ് കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ന് മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണത്തിൽ നിർണായകമായ വിഴിഞ്ഞം വാർഡിൽ 64.24% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. മലപ്പുറം പൈമ്പാടത്ത് 80.11%, എറണാകുളം പാമ്പാക്കുടയിൽ 79.97% പോളിംഗും രേഖപ്പെടുത്തി. സ്ഥാനാർത്ഥികൾ മരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ്, വാർഡുകളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ് ഇന്ന് നടന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തും ഒപ്പം എറണാകുളത്തെ പാമ്പക്കുടയിലും ഒപ്പം മലപ്പുറത്തെ
പായിമ്പാടത്തുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. തിരുവനന്തപുരത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അത് BJPക്ക് വളരെ നിർണായകമാണ്. കാരണം ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു വാർഡും കൂടി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും BJPക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയും. നിലവിൽ ഒരു സ്വതന്ത്രനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേവല ഭൂരിപക്ഷം BJP നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സുഗമമായ ഭരണം 5 വർഷമുള്ള സുഗമമായുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ BJPക്ക് ഈ ഒരു സീറ്റ് വളരെ അനിവാര്യവുമാണ്. അത് അതേ സീറ്റ് ആദ്യ ഭാഗത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതിനും ഇതേപോലെ തന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വാർഡാണ്. കാരണം നിലവിൽ അവിടെ സിറ്റിംഗ് സീറ്റാണ് ഇടതിന്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആ ഒരു കൂടുതൽ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ നിലനിർത്തുക എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ആ ഭാഗത്തും തെരഞ്ഞെടുപ്പിനായിട്ടുള്ള പ്രചരണങ്ങളും മറ്റും നടന്നത്. വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരു വിഭാഗങ്ങളും ഇപ്പോൾ മത്സര രംഗത്ത് ഇന്ന് ഇലക്ഷൻ അടക്കം നിലനിൽക്കുകയും ചെയ്തത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് 64.24% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ എറണാകുളത്തെ പാമ്പക്കുടയിൽ 79.97% ഒപ്പം മലപ്പുറത്തെ പായിമ്പാടത്ത് 80.11% ഇപ്പോൾ വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ അന്തിമമായിട്ടുള്ള ഇതിന്റെ ഒരു ശതമാനം അടക്കം കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വരാനുണ്ട്. നാളെ തന്നെ ഇതിന്റെ അതായത് വോട്ടെണ്ണൽ അടക്കം നടക്കും. ഒരു സുപ്രധാനമായിട്ടുള്ള അതായത് ഈ ഒരു 5 വർഷത്തെ കാലം സുഗമമായ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ BJPക്ക് സാധിക്കുന്നതിൽ ഒരു വിഴിഞ്ഞം വാർഡിന് വലിയ നിർണായകമായ പങ്കുണ്ട്. ഒപ്പം തന്നെ CPM-ഉം ഈ ഒരു സജീവമായിട്ടുള്ള ഒരു പ്രതിപക്ഷം, ശക്തമായ ഒരു പ്രതിപക്ഷം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ഇവിടെ നടക്കുന്നുണ്ട്. എന്തു തന്നെയായാലും നാളത്തെ ഇലക്ഷൻ റിസൾട്ടിലോടുകൂടിയായിരിക്കും തിരുവനന്തപുരത്തെ ചിത്രം തെളിയുക. മറ്റ് 2 വാർഡുകളെയും നാളെ തന്നെ തിരഞ്ഞെടുപ്പിന്റെ അതായത് ഇലക്ഷൻ ഈ ഒരു വോട്ടെണ്ണലും കാര്യങ്ങളും നടക്കും. ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ കുമ്പളയിൽ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. ടോൾ പിരിവ് തടഞ്ഞ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചതോടെ ഇന്ന് രാവിലെയാണ് ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് തുടങ്ങിയത്. കുമ്പള ആരിക്കാടിയിൽ ദേശീയപാത അതോറിറ്റി ഉദ്ഘാടനം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ടോൾ പ്ലാസ ആരംഭിച്ചു. ഇതിനെതിരെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടായത്. AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ റോഡ് തടഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം അറിയിച്ചത്. എന്തായാലും പ്രതിഷേധക്കാരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കിയതോടുകൂടിയാണ് ടോൾ പ്ലാസ പിരിക്കുന്ന നടപടികളിലേക്ക് അധികൃതർ കടന്നത്. ഏതായാലും 60 കിലോമീറ്ററിനിടയിൽ വീണ്ടും ഒരു ടോൾ പ്ലാസ. ഇതാണ് ഈ ജനകീയ കമ്മിറ്റി വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്താൻ കാരണം. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതി പ്രതിഷേധത്തിലായിരുന്നു. 1-ാം റീച്ചിൽ, അതായത് തലപ്പാടി ചെങ്കള 1-ാം റീച്ചിലാണ് ഇപ്പോൾ ടോൾ പ്ലാസ ആരംഭിച്ചിട്ടുള്ളത്. കുമ്പള ആരിക്കാടിയിൽ വലിയ തുക ഈടാക്കുന്നു ഈ വാഹനങ്ങൾക്ക് എന്ന ഒരു ആരോപണം ഉയർത്തുന്നുണ്ട്. ഏതായാലും ബസ് ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് ഈ ടോൾ പ്ലാസ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുണ്ടാകുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് വലിയ തോതിൽ പോലീസിന് സന്നാഹം ഒരുക്കിയിരുന്നു. ബാരിക്കേഡ് ഉൾപ്പെടെ തീർക്കുന്ന സാഹചര്യമായുണ്ട്. ബാരിക്കേഡ് വെച്ച് വാഹനങ്ങളെ അകത്ത് ഇതിൽ വഴി ടോൾ പ്ലാസ വഴി കടത്തിവിടുന്ന രീതിയായിരുന്നു ഉണ്ടായത്. ഏതായാലും MLA ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് മറ്റുള്ള ഈ സമരസമിതി പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായത്. ഇതിലും അടിയന്തര യോഗം ചേർന്ന് ഇനി ഭാവി പരിപാടി, അതായത് ഏത് രീതിയിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉൾപ്പെടെ ഹർത്താൽ ഉൾപ്പെടെയുള്ള പരിപാടികൾക്കാണ് ഈ ആക്ഷൻ കമ്മിറ്റി രൂപം നൽകുന്നത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഈ ടോൾ പ്ലാസ ഇവിടെ നിന്നും മാറ്റണം, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കണമെന്ന ഒരു കൃത്യമായ ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ടോൾ പ്ലാസ ആരംഭിച്ചിരിക്കുന്നത്. ഇത് ദേശീയപാത ഉദ്ഘാടനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ ടോൾ പിരിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് വരുന്നത്. സംസ്ഥാനത്ത് തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ടോൾ പ്ലാസ ആണ് ഇപ്പോൾ കുമ്പള ആരിക്കാടിൽ ആരംഭിച്ചിട്ടുള്ളത്. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ KB ഗണേഷ് കുമാർ. സിറ്റി സർവീസ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ബസ് കൊണ്ടു നടക്കാൻ കഴിയില്ല, നടുവൊടിഞ്ഞു പോകും. നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് സൗജന്യ സർവീസ് പ്രഖ്യാപിക്കാനായിരുന്നു ആലോചന. അത് നടക്കില്ലെന്ന് മനസ്സിലായെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. തിരുവനന്തപുരത്തൊരു കോർപ്പറേഷൻ, ഞാൻ രാജൻ മിനിസ്റ്റർ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ സൂചിപ്പിക്കുക, അധികാരത്തിലെത്തി. രഹസ്യ ധാരണ എന്താണെന്ന് എല്ലാവരും മനസ്സിലായിക്കൊണ്ട് ഈ ബസ് എന്ന് പറഞ്ഞൊരു സാധനം ആദ്യം തുടങ്ങി. ബസ്സിന്റെ കണക്ക് പറഞ്ഞ് ബസ് അങ്ങ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും വേണ്ട. കാരണം ബസ് നടത്തി കൊണ്ടുപോകാൻ പറ്റൂല, നടുവൊടിഞ്ഞു പോകും. ഇത് KSRTC ഒരു കൂട്ടത്തിൻ്റെ കൂടെ നടത്തുകൊണ്ട് നടക്കുന്ന ആ ബസ്സിന്റെ സംഭവം നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്ന ദിവസം
101 വാർഡുകളിലും ഈ ബസ്സുകൾ സൗജന്യമായി ഓടും എന്ന് അദ്ദേഹത്തോട് പ്രഖ്യാപിക്കാനുള്ള പരിപാടിയായിരുന്നു കരുതി വെച്ചിരുന്നത്. അതങ്ങ് പൊളിഞ്ഞു. ഇത് ഡീസൽ വണ്ടിയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞവർക്ക് അവർ എടുത്തുകൊണ്ടേ പറയും, ഇത് എടുക്കാൻ പോലെ ഈ ഇലക്ട്രിക് കുറ്റിയാണ്. ഈ കുറ്റി ഇളകി വേറെ സ്ഥാപിക്കണമെങ്കിൽ ഒരു മിനിമം 3 മാസം എടുക്കും. അന്ന് സ്ഥാപിച്ചവന് ഇതുവരെ ബില്ല് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് ആരെ ഇളക്കി അപ്പുറത്തോട്ട് വയ്ക്കുന്നേ? ഇത് മിനിമം ഇളക്കി അപ്പുറത്ത് വെക്കണമെങ്കിൽ 3 മാസം എടുക്കും. ടെൻഡർ വിളിച്ച് ആള് വന്ന് ട്രാൻസ്ഫോമർ വെച്ച് അങ്ങോട്ടോ. ഡീസൽ വണ്ടിയാണെങ്കിൽ എടുത്തുകൊണ്ട് അപ്പുറത്തെ പമ്പിൽ കയറി ഡീസൽ അടിക്കാം. അങ്ങനെ കെണിയിലാണ് വീണത്. അത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. കാരണം എടുത്തുകൊണ്ട് പോയാൽ അവർ നടത്താനൊക്കില്ല. ഇത് കടുത്ത നഷ്ടത്തിൽ പോലും സാധനമാണ്. ഇപ്പോഴാണൊന്ന് പച്ച പിടിച്ചപ്പോൾ ആരാണ്ട് പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കൂടി ഈ വന്നാൽ ഭയങ്കര. ഇതെന്താണ് ഉദ്ദേശം? എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞ് പ്രഖ്യാപിപ്പിക്കുക, എന്നിട്ട് ഓടിക്കുക, എന്നിട്ട് പറയണ്ട KSRTCയും കേരള സർക്കാരും ഞാൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സൗജന്യം കൊടുത്തില്ലേ എന്ന് പറയും. മലപ്പുറം പെരുവള്ളൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. വേങ്ങര പാക്കടാപ്പുറായി സ്വദേശി CP മുനീറാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ വീട്ടിനുള്ളിൽ സ്ത്രീയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരപ്പള്ളി സ്വദേശിനി ഷേർലി മാത്യുവും കോട്ടയം താഴ്ത്തങ്ങാടി സ്വദേശി ജോബ്സ് കറിയുമാണ് മരിച്ചത്. ഷേർലിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ജോബ് ആത്മഹത്യ ചെയ്തു എന്നാണ് നിഗമനം. കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിലാണ് ഈ നാടിനെ ആകെ നടുക്കിയ സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം പുറത്തു വരുന്നത്. അതായത് ഈ യുവതിയുടെ സുഹൃത്ത് യുവതിയെ വിളിച്ച് കിട്ടാതെ വന്നതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരുടെയും മൃതദേഹം വീടിനുള്ളിൽ കണ്ടത്. എടുത്തു പറയാനുള്ളത് ഈ ഒരു യുവതിയുടെ മൃതദേഹം കിടപ്പുമുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. യുവാവിന്റെ മൃതദേഹം സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ കഴിഞ്ഞ ഒരു 7 മാസമായി ഈ വീട്ടിൽ താമസിച്ചിരുന്നു എന്നാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. കോട്ടയം കുറിച്ചി സ്വദേശിനിയാണ് ഈ ഷേർലി. ഒപ്പം തന്നെ താഴ്ത്തങ്ങാടി സ്വദേശിയാണ് ഈ യുവാവ്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പോലീസ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ വീടിന്റെ പിൻവാതിലും മറ്റും തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഷേർലിയെ കൊലപ്പെടുത്തിയ ശേഷം ഈ ജോബ്സ് കറിയ ആത്മഹത്യ ചെയ്തു എന്നുള്ള പ്രാഥമിക വിവരമാണുള്ളത്. ഇരുവരും തമ്മിൽ സാമ്പത്തികമായ തർക്കമുണ്ടായിരുന്നു. മറ്റ് ചില ബന്ധങ്ങളെ ചൊല്ലി ഷെർലിക്ക് മറ്റ് ചില ബന്ധങ്ങളുണ്ട് എന്നതിനെ ചൊല്ലി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. ഈ നാട്ടുകാർക്ക് ഷെർലി നൽകിയ വിവരമനുസരിച്ച് നേരത്തെ വാഹനാപകടത്തിൽ ഭർത്താവ് മരിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള പരിശോധനയിലൂടെ കൂടുതൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഈ ഫോണും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഒപ്പം തന്നെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരിൽ നിന്നൊക്കെ വിവരം കണ്ടെത്തിക്കൊണ്ട് ഒരു അന്തിമമായ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി പോലീസ് ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ സത്യം തെളിയട്ടെ എന്ന് ഷാഫി പറമ്പിൽ MLA. നീതി ലഭിക്കേണ്ടവർക്ക് ലഭിക്കട്ടെ. ഇക്കാര്യത്തിൽ CPMന്റെ ഉപദേശം വേണ്ടെന്നും ഷാഫി പറഞ്ഞു. ഞങ്ങൾ അതിനകത്ത് തുടക്കം മുതലേ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അദ്ദേഹം അറസ്റ്റിലായി എന്നുള്ളത്. അത്തരം ഒരു ലോ എടുക്കുന്ന ഒരു പ്രൊസീഡ്സിലും ഒരു പ്രൊസീജിയറിലും അതിന് തടസ്സമായി കോൺഗ്രസ് പാർട്ടിയോ അതിന്റെ ഒരു നേതാവോ ഞങ്ങൾ ആരും വന്ന് നിന്നിട്ടില്ലല്ലോ. പാർട്ടിയിൽ അങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ പാർട്ടിയിലെ സസ്പെൻഷൻ കഴിഞ്ഞു. ആ സസ്പെൻഷന് ശേഷം പരാതി ലഭിച്ചപ്പോൾ പാർട്ടി തന്നെ അത് പോലീസിന് കൈമാറി. ഇപ്പോൾ അതിന്റെ ശേഷം തന്നെ പാർട്ടി ഡിസ്മിസലും കഴിഞ്ഞു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇപ്പൊ നിയമപരമായ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നീതി നടക്കട്ടെ. എന്താണോ സത്യസന്ധമായ കാര്യങ്ങൾ അത് ഈ നിയമപരമായ പ്രൊസീജിയറിൽ പുറത്തു വരട്ടെ. ആ പുറത്തു വരുന്നതിനനുസരിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിയമം തീരുമാനിക്കട്ടെ. അതിന് തടസ്സമായിട്ട് കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയിലെ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആയ ആരും ഞങ്ങൾ ഒരു ലീഗൽ പ്രൊസീജിയറിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ ഷീൽഡുമായി ഞങ്ങൾ ആരും ഇറങ്ങി നിന്നിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതിക്ക് സമീപം ഡിജിറ്റൽ പ്രസിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് ജീവനൊടുക്കി. തീ പടരുന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. കടയിലേക്ക് എത്തിയ ഇയാൾ ബാഗിൽ നിന്നും കുപ്പിയെടുത്ത് ആത്മഹത്യാ ഭീഷണി മുഴക്കി കത്തിക്കുകയായിരുന്നു. കടയിലെ ജീവനക്കാരിക്കും പൊള്ളലേറ്റു.
തിരുവനന്തപുരം ശ്രീകാര്യത്ത് ഇന്ന് വിവാഹം നടക്കാനിരിക്കെ പ്രതിശ്രുത വരന് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. ചെമ്പഴന്തി ചെല്ലമംഗലം സ്വദേശി രാകേഷാണ് മരിച്ചത്. KSRTC സ്വിഫ്റ്റ് ബസും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. വെളുപ്പിന് 1 മണിയോടെ പാങ്ങപ്പാറ മാങ്കുഴിയിലായിരുന്നു അപകടം. കാട്ടായിക്കോണം സ്വദേശിനിയുമായി ഇന്ന് വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ബന്ധുവീട്ടിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു അപകടം. രാകേഷ് ഓടിച്ചിരുന്ന ബൈക്ക് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ശ്രീകാര്യം പോലീസ് കേസെടുത്തു. ഇറാനിൽ പ്രക്ഷോഭകാരികൾക്ക് നേരെ സേന നടത്തിയ വെടിവയ്പിൽ മരണസംഖ്യ 500 കടന്നു. ഇതുവരെ 538 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. 10,600 പേർ അറസ്റ്റിലായി. എന്നാൽ പ്രതിഷേധം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അതേസമയം ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനിൽ സർക്കാരിനെതിരെയുള്ള സമരത്തിൽ ഇതുവരെ 538 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത്. 490 പ്രക്ഷോഭകാരികൾക്കും 48 സുരക്ഷാ ജീവനക്കാർക്കുമാണ് ജീവൻ നഷ്ടമായത്. 2 ആഴ്ചയായി തുടരുന്ന പ്രതിഷേധത്തിൽ ആകെ 10,600 പേർ അറസ്റ്റിലായതായും വിവരമുണ്ട്. അതേസമയം ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി മരണസംഖ്യ സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ വിവരങ്ങൾ പുറം ലോകം അറിയാനും വൈകുന്നുണ്ട്. ഇതിനിടെ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാൻ ആലോചിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഉടൻ നിർണായക തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. There seem to be some people killed that aren't supposed to be killed. These are violent. If you call them leaders, I don't know if they're leaders or just they rule through violence. But we're looking at it very seriously. The military is looking at it. And we're looking at some very strong options. We'll make a determination. ട്രംപിന്റെ ഭീഷണിക്ക് ചുട്ട മറുപടിയുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖലീഫ് ബാഫ് രംഗത്തെത്തി. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് US വിമർശനമെന്ന് അദ്ദേഹം തിരിച്ചടിച്ചു. US ആക്രമണത്തിനൊരുങ്ങിയാൽ ഇസ്രായേലിലെ US ബേസുകളെയും കപ്പലുകളെയും ലക്ഷ്യം വയ്ക്കുമെന്ന് ഖലീബാഫ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇറാനിൽ ദിനംപ്രതി കൂടുതൽ നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക് നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 13,030 രൂപ, പവന് 1,04,240 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 10,815 രൂപ, പവന് 86,520 രൂപ. വെള്ളി ഗ്രാമിന് 270 രൂപ, കിലോഗ്രാമിന് 2,70,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.